ഞാൻ ഈ കണ്ണൂരിനെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നത് വലിയ ഒരു പാർട്ടി ഗ്രാമങ്ങൾ, നിങ്ങളുടെ പാർട്ടി ഗ്രാമമായിരുന്നോ? ആയിരുന്നു. പാർട്ടി ഗ്രാമങ്ങളാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണ് അവരുടെ വലിയ പിണറായി എന്താണ് പാറപ്പുറത്ത്, ഇങ്ങനെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു BJP-കാരൻ RSSകാരനായി മാറുന്നത്? അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ, അദ്ദേഹത്തിന് RSSുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ്റെ RSS? അച്ഛൻ RSS അല്ല, അച്ഛൻ നല്ല കോൺഗ്രസ്സുകാരൻ. വളയം എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛൻ്റെ വീട്. അച്ഛൻ അവിടെ അധ്യാപകൻ. ഞാൻ അമ്മയുടെ വീട്ടിലാണ്, അതായത് ഈ ചെണ്ടയാട് അമ്മയുടെ വീട്ടിലാണ് താമസം. അമ്മയുടെ ജോലി പാനൂരിനടുത്താണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ പിന്നെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ അവിടെ താമസിക്കാറുണ്ടായിരുന്നു. അയാൾ RSSുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് RSSൻ്റെ ശാഖയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ എതിർപ്പില്ലേ അന്ന്? അന്നത്തെ എതിർപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, അന്നത്തെ എതിർപ്പ് കോൺഗ്രസ്. ആണോ? അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല അന്ന്, ശക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടി അന്ന് അത്രമാത്രം ശക്തമല്ല. അന്ന് സംഘർഷം എൻ്റെ ഓർമ്മയിൽ അവരുമായിട്ട്. ജനതാ പാർട്ടി അന്ന് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടിയന്തരാവസ്ഥക്ക് തൊട്ട് മുമ്പ്, അതായത് 73 കാലഘട്ടത്തിൽ ജനതാ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിലെ RSSൻ്റെ ശാഖ ഒരു മോശമില്ലാത്ത അക്കാലത്ത് ഉണ്ട്. ഞങ്ങളന്ന് കുട്ടികളും നന്നായിട്ട് അന്ന് ശാഖയിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ അടുത്തൊന്നും RSSന് യാതൊരു പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടർന്ന് ഒരു പുതിയ സ്ഥലത്ത് RSSൻ്റെ പ്രവർത്തനം തുടങ്ങി. ഞായറാഴ്ച അവിടെ ശാഖ എടുക്കാറുണ്ടായിരുന്നു. കുട്ടികളെ ശാഖ ഞാനെടുക്കും, മുതിർന്ന ആളെ ശാഖ അതിനുശേഷം 5 to 6 കുട്ടികളെ ശാഖ ഞായറാഴ്ച, അതിനുശേഷം മുതിർന്ന ആളുടെ ശാഖയാണ്. ആ ശാഖ ഞങ്ങളെടുക്കാൻ പോയി തിരിച്ചു വന്ന് മുതിർന്ന ആളെ ശാഖ എടുക്കുന്ന സമയത്താണ് ആദ്യത്തെ കോൺഗ്രസിൻ്റെ ആക്രമണം ശാഖയെ കയറിയിട്ട്. അന്ന് അപ്പുറത്തും ഇപ്പുറത്തും ധാരാളം ആളുകൾക്ക് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ സമയത്ത് സംഘർഷം കോൺഗ്രസുമായിട്ടായിരുന്നു. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും ധാരാളം ആളുകൾ RSSലേക്ക്. അപ്പോഴത്തേക്ക് CPM സ്ട്രോങ് ആയി. CPMൽ നിന്ന് ആളുകൾ ധാരാളം RSSലേക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നി അടിയന്തരാവസ്ഥയിൽ RSS ഇടപെട്ടത് കൊണ്ടാന്ന് തോന്നല്ലേ? തീർച്ചയായിട്ടും അതിൽ കണ്ണൂരിൽ, തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങളിൽ RSSൻ്റെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വലിയ സമരം ഉണ്ടായിരുന്നു. വലിയ സമരം എന്ന് പറഞ്ഞാൽ 15 ആൾ 20 ആളാണ് അന്ന് സമരത്തിലുണ്ടാവുക. പക്ഷേ ആ സമരത്തെ പോലീസ് വളരെ ശക്തമായി അടിച്ചമർത്തി. ജനങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് അതിൽ പങ്കെടുത്ത ആളുകളെ തിരത്തല്ലിയത്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ശക്തി കേന്ദ്രമായിട്ട് പോലും ഇതുപോലൊരു സമരം നടത്താൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ ആദർശത്തിൻ്റെ പ്രേരണയാൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ കാഡേഴ്സ് ഉണ്ടല്ലോ അവർക്ക്. അതിൽ ഒരു വലിയ വിഭാഗം ആളുകൾ RSS ആയി. അതിനെ തുടർന്നാണ് സംഘർഷം. ആ പ്രവാഹം ഉണ്ടല്ലോ, ഈ CPMൽ നിന്ന് RSSലേക്കുള്ള ആ പ്രവാഹത്തെ തടയാനാണ് CPM ആദ്യമായിട്ട് സംഘർഷവും കൊലപാതകവും നടത്താൻ തുടങ്ങി.